മനസ്സുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് CSI ഡയോസിഷൻ ഓഫീസറായിരുന്ന തോമസ് വർക്കി കണ്ണമ്പുറം അവരുടെ ഭാര്യ സാലി കണ്ണമ്പുറമാണ്. താൻ ഒരു സ്കൂൾ ടീച്ചറാണ്. ഇന്ന് തന്നെ നമുക്ക് ലഭിച്ചത് ഒരു വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. ഇത് താൻ തന്നെ തൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കും. എൻ്റെ സ്വന്തം വീട് മല്ലപ്പള്ളിയിലാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പം മുതൽ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രീതിയിൽ അവർ വളർത്തിക്കൊണ്ടുവരികയും നല്ല വിദ്യാഭ്യാസമൊക്കെ തന്ന് ട്രെയിനിങ് നടത്തിയത് ബുക്കാന സ്കൂളിലായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിപ്പാനിടയായി. ജോലിയിലൊക്കെ പ്രവേശിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹം പള്ളത്ത് കണ്ണമ്പുറം എന്ന് പറയുന്ന തോമസ് വർക്കി എന്ന വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ് അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയത്തിലായിരുന്നു അന്നേരം. വിവാഹം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു വലിയ കടത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. എന്നാൽ എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ കടമെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ മാതാപിതാക്കൾ അങ്ങനത്തെ ഒരു ഭവനം. എന്നാൽ ഈ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് വളരെയധികം ഭാരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. എന്നാൽ ഈ അധികം താമസിക്കാതെ ഒരു കുഞ്ഞ് ജനിക്കാനും ഇടയായി. ഈ മാതാപിതാക്കളുടെ ഒക്കെ പ്രായമുള്ള മാതാപിതാക്കളുടെ ചുമതല വഹിക്കുന്നതിനോടൊപ്പം ഈ ജീവിതത്തിൻ്റെ കടഭാരങ്ങൾ എന്നെ വളരെയധികം ഞെരുക്കാൻ തുടങ്ങി. കടഭാരം എന്ന് പറയുമ്പോൾ ചെറിയൊരു തുകയൊന്നുമല്ല, പല ഇടങ്ങളിൽ നിന്നുള്ള വലിയ കടബാധ്യതകൾ. എന്നാൽ സ്വന്തം ഭർത്താവിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഈ കുടുംബമെല്ലാം തകർക്കാനോ വഴക്ക് പിടിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കാതെ ഞാനും എൻ്റെ കുഞ്ഞും ഈ ലോകത്തിൽ നിന്നങ്ങ് മാറപ്പെടാം, അല്ലെങ്കിൽ ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്. അതുപോലുള്ള വേദനിക്കുന്ന അനുഭവമായിരുന്നു. വലിയ വേദന എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ വയ്യ. കാരണം വീട്ടിലോട്ട് ചെന്ന് അവരെ വേദനിപ്പിക്കുന്നത് എന്തിനാ? ആ മാതാപിതാക്കൾ വിവാഹം കഴിച്ചു, ജോലി കിട്ടിയ ഉടനെ എന്നെ വിവാഹം കഴിപ്പിച്ചു വിടുകയായിരുന്നു. അവരൊരു ശമ്പളം പോലും വീട്ടിലെടുത്തിട്ടില്ല. അതങ്ങനെ പിന്നെ ആരോടാണ് ഇതൊന്ന് തുറന്നു പറയാൻ പറ്റുന്നത്? ഒരു സഹപ്രവർത്തകരോട് അങ്ങനെ ചെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വന്ന ഉടനെ തന്നെ വീട്ടിലൊരു വലിയ കടബാധ്യതയാണെന്ന്. ഏതായാലും അന്ന് ഞാനൊരു ദിവസം തീരുമാനിച്ച് ഈ മോനുമായിട്ട് എങ്ങനെങ്കിലും ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഞാനന്ന് രാത്രിയിൽ മാതാപിതാക്കൾക്ക് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം, നല്ല പ്രായമുള്ള മാതാപിതാക്കൾ, ഏറ്റവും ഇളയ മകനാണ് എൻ്റെ ഹസ്ബൻഡ്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിട്ട് ഞാൻ ബൈബിളും വായിച്ചു. ബൈബിൾ വായിച്ചത് എന്താണെന്നൊന്നും എനിക്കൊരു ശ്രദ്ധയൊന്നുമില്ലായിരുന്നു. ചുമ്മാ വായിച്ചേച്ച് ഞാൻ ആ മോനെ കെട്ടിപ്പിടിച്ചവിടെ കിടന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഹസ്ബൻഡ് അന്ന് വന്നിട്ടില്ല, ഒത്തിരി വൈകിയേ വരത്തുള്ളൂ. അപ്പം ഞാൻ ഓർത്തു, രാഷ്ട്രീയമൊക്കെ ആണല്ലോ, അന്നേരം ഒത്തിരി വൈകിയേ വരത്തുള്ളൂ. ജീവിതത്തിൽ അന്ന് തീരുമാനിച്ച് ഈ മോനുമായിട്ട് ഇനി മോനെ മാറ്റി നിർത്തുന്ന ഒരു പ്രശ്നം എനിക്ക് ഒരിക്കലും ചിന്തിക്കാം. മാറോട് ചേർത്ത് പിടിച്ച് അവൻ്റെ മുഖത്ത് ധാരാളം ചുംബിച്ചു. മോനെ, നമ്മൾ ഇന്നുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ആർക്കും ഭാരമാകത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഒന്നും മയങ്ങിയത് എനിക്കറിയാം. മയങ്ങിയപ്പോൾ എൻ്റെ മുറി നിറച്ചു ഭയങ്കര പ്രകാശം. ഈ 1000 ട്യൂബ് ലൈറ്റ് പ്രകാശിച്ചാൽ പോലും അത്രയും നല്ല പ്രകാശം ലഭിക്കത്തില്ല. ആ പ്രകാശത്തിൻ്റെ നടുവിലൂടെ ഒരു കൈ അത് അങ്ങ് ആകാശത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ കരങ്ങളെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ ശബ്ദമാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മറക്കാത്ത. 25 വർഷം മുമ്പ് കേട്ട ശബ്ദമാണത്. ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആ ഇമ്പ ശബ്ദമാണ് ഇത്രയും നാൾ എന്നെ വഴി നടത്തിയ ശബ്ദം. കർത്താവ് നേരിട്ട് സംസാരിച്ചു. അത് കർത്താവെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ വേദനയുടെ മധ്യത്തിൽ ഇതുപോലൊരു സോഫ്റ്റായ കൈ എനിക്കിതുവരെ അറിയത്തില്ല. അപ്പോൾ ഈ ആ കൈ പിടിച്ച സമയത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടായി. എനിക്ക് ധൈര്യം തന്നു, ഉള്ളിൽ വലിയ ബലം. ഇനി ഒരിക്കലും ഞാൻ മരിക്കത്തില്ല, അതായത് ഞാൻ സ്വയം മരിക്കത്തില്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ആളിനു വേണ്ടി ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കട്ടായിട്ട്. ആ വേദനയിൽ നമ്മളെ സഹായിച്ച വ്യക്തിക്ക് വേണ്ടി പിന്നെ വായിച്ചു വന്നപ്പോൾ ആ ബലമുള്ള കൈയും ആ നീട്ടിയ ഭുജവും എനിക്ക് ആരാണെന്ന് മനസ്സിലാക്കാനിടയായി. അപ്പം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടല്ലേ. അവൻ മരിച്ച ദൈവം അല്ല.
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അതിനൊരു വ്യത്യാസവും ഇല്ല, അല്ലേ? നിശ്ചയമായി ഇന്ന് സാൽ ടീച്ചറെ സഹായിച്ച കർത്താവ് അനേകരെ സഹായിക്കാൻ കാത്തിരിക്കുകയല്ലേ? ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്കിവിടെ പറയാനുള്ളത്, വേദനയുടെ വക്കൽ, തകർച്ചയുടെ വക്കത്തെത്തിയപ്പോൾ ജീവിക്കുവാൻ ഇനി യാതൊരു മാർഗവുമില്ല, ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ താൻ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു വലിയ കടഭാരം. ഈ കടഭാരം ഇതിനെ എങ്ങനെ തരണം ചെയ്യും? ഇത് കടം കൊടുത്തു തീർക്കാൻ ഒരു നിലയിലുള്ള സാധ്യതകളും താൻ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം. ഇന്ന് നാം മനോരമ പത്രത്തിലും അങ്ങനെയുള്ള പത്രങ്ങളിലെല്ലാം ഒത്തിരി ആത്മഹത്യകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. കുടുംബമായുള്ള ആത്മഹത്യ, ഭാര്യയും ഭർത്താവും 3 കുഞ്ഞുങ്ങളും വിഷം കഴിച്ച് ജീവൻ ഒടുക്കി. എന്താ കടബാധ്യത? ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആത്മഹത്യകളുടെ വലിയ ഒരു പങ്ക് കടബാധ്യതകൾ കൊണ്ട് ചെയ്യുന്ന ആത്മഹത്യയാണ്. എന്നാൽ മാനുഷികമായ ആർക്കും സഹായിക്കാൻ കഴിവില്ല, ഒരു മനുഷ്യരോടും തുറന്നു പറയാൻ നിർവാഹമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവർ കാണാം. നിങ്ങളും കടത്തിൻ്റെ ഭാരം, ആ വലിയ ചുമട് വഹിക്കാൻ കഴിവില്ലാതെ, ആരോടും തുറന്നു പറയാൻ കഴിയാതെ ഇനി ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ ഒരു കുപ്പി വിഷത്തിലോ അല്ലെ സാൽ ടീച്ചർ വിചാരിച്ചത് കിണറ്റിച്ചാടി മരിക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും നിലയിൽ അങ്ങ് മരിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആശയ്ക്ക് വഴിയുണ്ട്. നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, ഒരാശ്വാസത്തിന് നല്ല വാക്ക് പറയാൻ നിങ്ങൾക്കാരുമില്ലായിരിക്കാം. എന്നാൽ ആരും കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്ന ഒരു സ്വർഗം. താൻ പറഞ്ഞു, സൂര്യനെ വെല്ലുന്ന വലിയ പ്രഭ ആ മുറിക്കകത്ത് ഇറങ്ങി വന്നു. നിങ്ങളിരിക്കുന്ന സ്ഥലം, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ ഹൃദയത്തിന് വേദന എന്താണ്? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നീർന്ന പ്രശ്നം എന്താണ്? ഇതൊന്നും ലോകത്തിലെ ആർക്കും അറിയത്തില്ലായിരിക്കാം. എന്നാൽ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ മുഖം കാണുന്നു, സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെ ഉൾപ്പൂക്കളെ ശോധന ചെയ്യുന്നു. നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ സുസ്മേരവദനായി സന്തോഷവതിയായി എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയം വെന്ത് പിടയ്ക്കുകയാണ്, നീറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രശ്നത്തിൽ എന്താണ് പരിഹാരം? ആരെന്നെ സഹായിക്കുമെന്ന് ഓർക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. നിശ്ചയമായും അവന് നിങ്ങളോടും പറയാനുള്ളത് ഇങ്ങനെയാണ്, മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഈ തീച്ചൂള നിന്നെ കത്തിച്ച് കളയയില്ല, ഈ പെരുവെള്ളം നിന്നെ മുക്കിക്കളയയില്ല. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിക്കൂ. നിങ്ങളെയും ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ജയകരമായി പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവവചനം കയ്യിലെടുത്തു. ആ കുഞ്ഞു പിന്നെയും ഒരു മകനുണ്ടായി. ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് ഞാൻ ദൈവവചനവുമായിട്ട് അങ്ങ് പോകും. ദൈവവചനത്തിന് എവിടെ ലഭിക്കുന്ന അവസരങ്ങൾ, മിക്കവാറും ഷാരോൺ ഫെലോഷിപ്പിൽ കെസിയോൺ സാറിൻ്റെ മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ പോയി ഇരുന്ന് ദൈവവചനം കേൾക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ എൻ്റെ ആഴമായ ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിലോട്ടങ്ങ് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഇത്രമാത്രം സ്നേഹിപ്പാൻ ഒരു പിതാവുള്ളപ്പം പിന്നെ എന്തിനാ ഈ ഭാരമെല്ലാം? അപ്പോൾ ഓരോ വാക്കുകളിലൂടെയും ദൈവവചനത്തിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. മോളെ, നീ ഇന്നത് അനുഭവിക്കേണ്ടി വരും, എന്നാലും ഭാരപ്പെടണ്ട, എൻ്റെ കൈ നിൻ്റെ കൂടെ ഇരിക്കും. ഈ കടബാധ്യതകളുടെയൊക്കെ മധ്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവന് പ്രത്യേകിച്ച് വളരെ അങ്ങ് ഞെരുങ്ങാൻ തുടങ്ങി. സത്യത്തിൽ അദ്ദേഹത്തെ അന്നേരം ഞാൻ കൂടെ വിഷമിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വലിയ വിചാരമുണ്ട്. ഏതായാലും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മളെ സഹായിക്കാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ധൈര്യം കൊടുത്തു. കുഞ്ഞു ആ സമയത്തൊന്നും തന്നെ വിഷമിപ്പിക്കുകയല്ല ചെയ്തത്, ഇല്ല, തന്നെ കുറ്റം പറയുകയല്ല ചെയ്തത്, അല്ലേ? തന്നെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്
ഒരു ഇലക്ഷനകത്തൊരു പരാജയവുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു. അന്ന് ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് ഇനി ദൈവത്തിന് ആവശ്യമുണ്ട് അനേകരുടെ കണ്ണീരുകൾ ഒപ്പാൻ. അതായത് ഈ ആശ്വാസമറ്റവർക്ക് ആശ്വാസമാവാനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അദ്ദേഹം അതിനെ വഹിച്ച് ഈ ദൈവവചനം എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ടീച്ചർ പറഞ്ഞതൊക്കെ താൻ കൈക്കൊണ്ടു. ബൈബിൾ പറയുന്ന ഇതാണ്, ഭാര്യയുടെ നല്ല നടപ്പിനാൽ അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായി തീരുവെന്ന്. പല കുടുംബങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിശ്വാസം വരാൻ കഴിയാത്തതിൻ്റെ വലിയ തടങ്കൽ പാറയായി നിൽക്കുന്നത് തന്നെ വിശ്വാസിയായ ഭാര്യയാണ്. നാം വിശ്വാസം നമ്മൾ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ നാം അത് വെളിപ്പെടുത്തണം. വളരെയധികം കടബാധ്യതകളൊരു കുടുംബത്തിലേക്ക് താൻ വന്നു, പല വേദനകൾ, അങ്ങനെയുള്ള പല കുടുംബങ്ങളിൽ നാം കാണുന്നത് ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുന്നതാണ്. നിങ്ങളുടെ കൂടെ വന്നിട്ട് ഞാനല്ല ഈ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഇന്നീക്ക് പോക്കില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ഭാര്യമാർ, അതിൻ്റെ മധ്യത്തിൽ എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ആ ഭർത്താവ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്ന്? താൻ വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു, ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഈ പ്രിയ സാലിയുടെ ജീവിതം, തൻ്റെ സൗമ്യത, താൻ ഇടപെട്ട രീതികൾ, തൻ്റെ ജീവിതം തൻ്റെ മുമ്പിൽ വരച്ച് കാണിച്ചു. അത് കണ്ട ഭർത്താവിന് താൻ പറയുന്ന വാക്കുകൾ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും നാം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിട്ട് നമ്മൾ 2 വാക്ക് പറഞ്ഞാൽ ആ വാക്കുകൾക്ക് വിലയുണ്ട്. അപ്പം നിശ്ചയമായിട്ട് സാലി ടീച്ചർ പറഞ്ഞപ്പോൾ ഭർത്താവ് സ്വീകരിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകമാനം വലിയ വ്യതിയാനം ഉണ്ടായി. അദ്ദേഹം ഒരു ശിശുവിനെ പോലെ ബൈബിള് എടുക്കാൻ ഇടയായി. എന്നാൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാതിരിക്കാനൊക്കത്തില്ല. അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടായാലും അദ്ദേഹം തന്നെ ഭർത്താവ് മതിയെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം അദ്ദേഹം അത്ര നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ ഒരു മടിയില്ലായിരുന്നു. കാരണം കടബാധ്യതകളെക്കാൾ വലിയത് ഭർത്താവ് ദൈവം തന്ന ഒരു ആ കൂട്ടിനെ ദൈവത്തിന് ആദായപ്പെടുത്താൻ. ഇത് കണ്ട കുഞ്ഞുങ്ങൾക്കും ദൈവവചനത്തോട് വളരെ താല്പര്യം തോന്നി. അവരും ഞങ്ങളോടൊപ്പം തന്നെ ബൈബിൾ എടുത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു ബൈബിൾ ക്ലാസ്സിന് പോകാനും ബൈബിൾ പഠിക്കാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നു. ശരി, ഇനി സാലി ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഈ അനുഭവത്തിൽ വന്നു, ഇനി ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് ഒരു മകളുമായിട്ട് സംസാരിക്കുന്ന പോലെ, വേദന വരുമ്പം പിതാവിനോട് പറയുന്ന പോലെ പറയും. പിതാവ് അതിന് മറുപടിയും തരും. ചില സമയത്ത് പറയും, മോളെ ദൈവവചനമാതിരുന്നത്. മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പം വളരെ ഭാരം ഉണ്ടായിരുന്നു. എല്ലാം മൈനസാണല്ലോ. അപ്പം ആരോടും ചോദിക്കരുതെന്ന് എനിക്കൊരു വലിയ ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിലുണ്ട്. അതായത് എൻ്റെ പിതാവ് പഠിപ്പിച്ചതാണ്. പിതാവ് ഇത് കൊച്ചിലെ തൊട്ട് കടം വാങ്ങുന്നതൊന്നും കണ്ടിട്ടില്ല. കടം മേടിക്കുന്നതോ പിന്നെ വല്ലവർക്കും കൊടുക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്കും ഈ കടം വാങ്ങുന്നതിനോടല്ലായിരുന്നു താല്പര്യം, എൻ്റെ കർത്താവിനോട് പ്രാപിക്കണം. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മോനെ എന്ത് ചോദിച്ചാലും നമ്മുടെ അപ്പച്ചൻ തരും, നമ്മുടെ ഡാഡി അപ്പച്ചൻ. അന്നേരം ഈ പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് വളരെ വേദന തോന്നി. അവരെ നന്നായി പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയ മോനെ പ്രീഡിഗ്രി കഴിഞ്ഞ് വന്നു പറഞ്ഞു, അമ്മമ്മേ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ അപ്പച്ചൻ തരും, നമ്മുടെ അപ്പച്ചൻ. ദൈവകൃപയാൽ എല്ലാവരെയും ദൈവം അതുപോലെ മാന്യമായ രീതിയിൽ IPC കോളേജിൽ, ഈ IPCക്കാർ നടത്തുന്ന ക്രിസ്ത്യൻ കോളേജിൽ പോയി കൊടൈക്കനാലിൽ പഠിച്ചു. മോനിപ്പോൾ ഇംഗ്ലണ്ടിൽ പിന്നെ ഹയർ സ്റ്റഡി ചെയ്യുന്നു, അതോടൊപ്പം ജോലിയും കൂടെ ചെയ്യുന്നു. രണ്ടാമത്തെ മോന് +2 കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ചോദിച്ചു, വചനം അവരുടെ കയ്യിലുള്ളത് കൊണ്ട് ഒരു കാര്യം എനിക്കറിയായിരുന്നു, ദൈവം ഒരു നാളും കൈവിടത്തില്ല. പിന്നെ എനിക്കൊരു വചനം തന്നു, യെശയ്യാ പ്രവചനം 44 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെ ഒരു രാത്രികാലം ദൈവാത്മാവ് സംസാരിച്ച് അതിൻ്റെ സന്തതി മേലും സന്താനത്തിൻ്റെ മേലും ഞാൻ എൻ്റെ അനുഗ്രഹത്തെ പകരും, അവരെ പുല്ലുകൾക്കിടയിൽ അലരി വൃക്ഷങ്ങൾ പോലെ മുളച്ചു വരുമെന്ന്. ആ വചനം ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ചു. കുട്ടികളോട് ഞാൻ പറയുമായിരുന്നു, മോനെ നമുക്ക് വേണ്ടതെല്ലാം ഡാഡി, നമ്മുടെ സ്വർഗത്തിലെ ഡാഡി അപ്പോഴപ്പോഴ് തരും. രണ്ടാമത്തെ മോനും പഠിച്ചു ചോദിച്ചു, അമ്മ എൻ്റെ കാര്യം എങ്ങനെയാവും? ഞാൻ പറഞ്ഞു, മോനെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം നമ്മെ വീട്ടിലെത്തുവോളം നമ്മളെ നടത്തും. വീടെന്ന് പറയുമ്പോൾ എൻ്റെ ഇപ്പോഴുമുള്ള പ്രത്യാശ നിത്യത വരെയുള്ളതാണ്. അതായത് നിത്യജീവനാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഉടനെ ആ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, ആ കാഴ്ചപ്പാട് കർത്താവ് തന്നു. ആ കാഴ്ചപ്പാട് തന്നത് ഈ കഷ്ടതയിലായതുകൊണ്ടാണ്.
ഈ കടമോ ബാധ്യതയൊന്നും ഇല്ലായിരുന്നേ ഞങ്ങൾ ലോകപ്രകാരമുള്ള ജീവിതമൊക്കെ നയിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടതുകൊണ്ടും നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ടും അങ്ങനെ ഒരു വിളി കിട്ടിയത് കുഞ്ഞുങ്ങളിലേക്ക് പകരുവാനും ഭാഗ്യം തന്നു. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു അല്ലേ? അപ്പം അങ്ങനെയുള്ള ഓരോ ശിക്ഷണത്തിൽ കൂടിയാണ് നമ്മളെ വളർത്തുന്നത്, കർത്താവിലേക്ക് അടുപ്പിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ നമുക്കിടയായിത്തീരുന്നത്. അത് കഴിഞ്ഞ മോൻ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ പത്രത്തിലൊരു വാർത്ത കാണുന്നു, സിംഗപ്പൂരിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ഒരു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒരു ശ്രേഷ്ഠമായ രീതിയിൽ നമ്മുടെ അപ്പച്ചൻ വഴി നടത്തത്തുള്ളൂ. നമ്മുടെ അപ്പച്ചൻ ആരാ? അഖിലാണ്ടത്തിൻ്റെ ഉടയവനല്ലേ? ഒരു വെറും വാക്കുകൊണ്ട് സകലത്തെ നിർമ്മിച്ച ദൈവം. ആ ദൈവം നമുക്ക് സകലവും തരാതിരിക്കത്തില്ല. അവരിൽ ആ വിശ്വാസം അങ്കുരിച്ചു. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനമെടുത്ത കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചതിൻ്റെ വിധമെന്ന് പറയുന്നത് സിംഗപ്പൂരിൽ ഒരു കോളേജിൽ കൊണ്ടുപോയി മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിപ്പിക്കാനിടയായി. അപ്പം ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ദൈവമാണ് മറുപടി തരുന്നത്. ഒരു മനുഷ്യനോടത് പറഞ്ഞിരുന്നു എങ്കിൽ, മനുഷ്യനത് ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോയിരുന്നു. എന്നാലും സ്വർഗത്തിലെ അപ്പച്ചൻ തന്നെ അത് എപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, ഇതിനേക്കാളൊക്കെ വലുത് നിത്യതയാണ്. നമുക്കവിടെ ചെല്ലണം. നിത്യജീവനാ വലുത്. നമുക്ക് ഈ ലോകത്തിലെ ആ ക്ഷണികമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി സമയം കളയണ്ട. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യതയും നിത്യസന്തോഷവും, അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും പ്രത്യേകിച്ച്. ഇവിടെ ഏതെല്ലാം ഉന്നത പദവി ഉണ്ടെന്ന് പറഞ്ഞാലും അല്പകാലം കഴിയുമ്പോൾ ഈ ജീവിതം തീരും അല്ലേ? ഇവിടെ ഏത് ഉന്നത പദവിയിൽ ജീവിച്ചാലും എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും നമ്മൾ ഈ ലോകത്തിൽ ഇട്ടിട്ട് പോകണം അല്ലേ? എന്നാൽ കർത്താവിനെ അറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലുതാണ് സാൽ ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. ആ ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുവാൻ, ഇന്ന് നിത്യജീവൻ അവരെ അവകാശികളായി തീർന്നു അല്ലേ? അപ്പം ഈ കഷ്ടത്തിൽ കൂടെ എല്ലാം കർത്താവ് കടത്തി വിട്ടത് ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ളതിലും കുടുംബമായി ആ ഭാഗ്യ തീരത്ത് എത്തിച്ചേരുവാൻ ഇടയാക്കുവാനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി തന്നു അല്ലേ? കഷ്ടത നടുവിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരവാദിത്തം. അതിൻ്റെ നടുവിൽ പെരുവെള്ളത്തിലും വഴിയൊരുക്കുന്ന ദൈവം അത്ഭുതമായി നടക്കും. ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, കടബാധ്യതയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് സാൽ ടീച്ചറിന് കടബാധ്യത ഒന്നുമില്ല. തന്നെ വളരെ ശ്രേഷ്ഠമായി ദൈവം നടത്തുന്നു. ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു എമോഷനിൽ എടുത്തു ചാടി ആരും ഒന്നും ചെയ്യരുത്. അതിൻ്റെ മധ്യത്തിൽ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരു ബലമുള്ള കരമുണ്ട്. ആ കരത്തിൽ നിങ്ങളുടെ കരം ഒന്ന് കൊടുക്കാമോ? ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാമോ? ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മക്കളെങ്കിൽ അവകാശികൾ. ആദ്യം നമ്മൾ മകളായി തീരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. യേശുവേ, എന്നെ നിൻ്റെ മകളാക്കണമേ, എന്നെ നിൻ്റെ മകനാക്കണമേ. നീ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി യാഗമായി. ആ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ കർത്താവേ. നിൻ്റെ മകളായി ജീവിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുന്ന മാത്രയിൽ നിങ്ങൾ മകളായി തീരുകയാണ്. അങ്ങനെ ഒരു മകനായ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നമ്മുടെ മക്കളുടെ മക്കൾ നമ്മളോട് ചോദിക്കുമ്പോൾ നാം കൊടുക്കുമെങ്കിൽ അതിനേക്കാൾ എത്രയോ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹവാനായൊരു ദൈവം നമ്മുടെ അപേക്ഷകളെ അവർ ഒരു നാളും തള്ളിക്കളയുകയില്ല. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളും സ്വർഗത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ നൽകി തരുവാൻ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. സാൽ ടീച്ചർ വേറെ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. രാത്രിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. പ്രത്യേക ചില സന്ദർഭങ്ങളിലല്ല, അപകട ദിവസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കണമെങ്കിൽ അതിൻ്റെ തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത് 2003 നവംബർ മാസം ഒരു നൈറ്റ് പ്രെയർ കഴിഞ്ഞ് കിടക്കുന്ന രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നാളെ നിനക്കൊരപകടം, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ. ഒരു രാത്രി അർദ്ധരാത്രിയായി കാണും. ഈ നൈറ്റ് പ്രെയർ കഴിഞ്ഞെങ്കിലും ഒരു വെളുപ്പായി, എത്രയേ ഉള്ളൂ. അന്നേരം ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ചങ്ങനാശ്ശേരിയിൽ ഒരു ലേഡീസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട്, ലേഡീസ് മീറ്റിങ്ങിനന്ന് ഇത് പ്രസംഗം ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സ്പീഡിലൊരു ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി. അവിടോട്ട് ഞാൻ ഇറങ്ങിയ വണ്ടി എടുക്കുകയും കൂടായിരുന്നു. വണ്ടിയെന്നൊരൊറ്റ തെറിച്ചിട്ട് എൻ്റെ അനുഭവം കണ്ടു നിന്നവർ അലറി.
എന്നാൽ എൻ്റെ അനുഭവം ഒരു പിന്നെ കൊച്ചു കുഞ്ഞിനെ എടുത്ത് മാറ്റി വയ്ക്കുന്നത് പോലുള്ള ഒരു അനുഭവം. അത് ഒരു വലിയൊരു അപകടമായിരുന്നു, ജീവന് നേരെ ഒരു വെല്ലുവിളിയായിരുന്നു. സ്വർഗത്തിലെ അപ്പച്ചനത് നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു. പിശാച് നമുക്കെതിരായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴേ, ദൈവം ആസൂത്രണം ചെയ്യുമ്പോഴേ ദൈവം നമുക്ക് അറിവ് തരിക അല്ലേ. പത്രോസിനോട് കർത്താവ് പറഞ്ഞില്ലേ, പത്രോസേ പിശാച് നിന്നെ ഏറ്റുവാൻ തക്കോണം അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ജീവിതങ്ങൾ ദൈവം അറിയാതെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. അനുവാദം ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേ ഇവിടെ അറിവ് തരിക കർത്താവ്, മകളെ നിന്നെ പരീക്ഷിക്കാൻ പോകുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ തക്കണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കാനല്ലേ കഴിയത്തുള്ളൂ. അതല്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ തക്കണം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കും. പലപ്പോഴും പരീക്ഷ കടന്നു വരുന്ന ദൈവം മുന്നോടിയായി അറിയിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ അനുനീക്ക് പോക്കാം അല്ലേ. അപ്പം സാലിസ് ടീച്ചർ അന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കരങ്ങൾ കർത്താവ് വായിച്ചത്. ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ്, നിശ്ചയമായി നമ്മളെ കർത്താവ് വിഷയങ്ങൾ കാണിക്കണമെങ്കിൽ അവനുമായി നമ്മൾ അടുത്ത ബന്ധത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയെ കാണിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. തൻ്റെ ഭക്തന്മാരോട് പറയാതെ കർത്താവ് ഒന്നും ചെയ്യില്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ വലിയ വിഷയങ്ങളിൽ നീക്കുപോക്ക് യഹോവയ്ക്കുള്ളത്. വരുവാനിരിക്കുന്ന ആ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് കരങ്ങൾ വഹിച്ചു. നീ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നിന്നെ ഞാൻ കരങ്ങൾ വഹിക്കുമെന്ന് പറഞ്ഞവൻ തന്നെ വഹിച്ചത് കൊണ്ടാണ് ഇന്ന് ജീവനോടെ നമ്മുടെ മധ്യത്തിൽ നിന്ന് തൻ്റെ സാക്ഷ്യം താൻ പ്രസ്താവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മോന് ഒരു ഷിപ്പിങ്ങിന് വേണ്ടി അമേരിക്കയിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ദൈവാത്മാവ് രാത്രി കാണിക്കുക, മോൻ പ്ലെയിനിൽ വീണ്ടും വീട്ടിലേക്ക് വരുന്നു. അപ്പം ഞാൻ ഈ മോന് എവിടെയോ ഇറങ്ങിയാച്ചൊന്ന് വിളിച്ചോടനെ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്നേലും പ്രയാസമുണ്ടോ? അപ്പോൾ അവന് എന്നോട് പറഞ്ഞില്ല, പക്ഷേ മൂത്ത അവൻ്റെ ബ്രദറിനോട് പറഞ്ഞു, എനിക്ക് മഞ്ഞപ്പിത്തമാണ് വളരെ കൂടുതലാണ്. ഏതായാലും അടുത്ത പോർട്ടിൽ വന്നപ്പോൾ ആ ക്യാപ്റ്റൻ നിർബന്ധിച്ചവനെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിച്ചു. അല്ലെങ്കിൽ ഒരു 15-20 ദിവസം ഷിപ്പിങ്ങിൽ പോകണമെങ്കിൽ പിന്നെ അവന് അത് അന്നേരം തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അവിടുന്ന് വളരെ അത്ഭുതകരമായിട്ട് വീട്ടിൽ കൊണ്ടുവരാനും ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തവനെ മടക്കി വീണ്ടും അയക്കാനൊക്കെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇപ്പോഴിരിക്കാൻ ഒക്കില്ല. എന്നാൽ നമ്മൾ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ അവരെവിടെയായിരുന്നാലും കർത്താവിൻ്റെ കർത്താവ് അവരെ വഹിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ സാലി പറയുണ്ടായി, തൻ്റെ കഷ്ടതയുടെ നടുവിൽ യഹോവയോട് നിലവിളിച്ച കാര്യം, താൻ ഞെരുക്കം, ബുദ്ധിമുട്ട്, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായും കർത്താവ് തരും. നാം മക്കളായി തീർന്നാൽ, മക്കളെങ്കിൽ അവകാശികൾ, പിതാവിനോട് ചോദിച്ചാൽ. ഞാനൊരു അനുഭവം പറഞ്ഞോളാം. ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഹോം ഉണ്ട് ഗോവയിൽ. ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു 10-35 പിള്ളേരുണ്ട്. ഒരു ദിവസം അവിടുത്തെ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകളാണ് അവിടെ നടത്തുന്നത്, ചേച്ചി നാളെ ഭക്ഷണം ഒന്നുമില്ല, ഇന്ന് ഭക്ഷണമുണ്ട്, നാളെ കൊടുക്കാൻ ഒരു സാധനവും ഇല്ല, അരിയില്ല, ഭക്ഷണം ഒന്നുമില്ല. അപ്പം മോള് പറഞ്ഞു, ജിഷേ നീ ഒരു കാര്യം ചെയ്യും, പിള്ളേരോട് പറ എല്ലാവരും വട്ടത്തിലിരുന്ന് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് തന്നാലേ ഉള്ളൂ. ഞാൻ അപ്പച്ചനോട് പറയാൻ പറ, കർത്താവേ ഞങ്ങൾക്ക് നാളത്തേക്ക് ഫുഡില്ല, ഞങ്ങൾക്ക് തരണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ. ഏതായാലും കൊള്ളാം, ഇവരെല്ലാം വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡാഡി ഞങ്ങൾക്ക് നാളത്തേക്ക് ഭക്ഷണമില്ല. അവരുടെ ഡാഡി കർത്താവാണ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്ത പിള്ളേരാണ്. എയ്ഡ്സ് വന്ന് മരിച്ചവരുടെ ഒക്കെ കുഞ്ഞുങ്ങളാണ് അവർ. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരു ട്രക്ക് വന്ന് നിൽക്കുക. ട്രക്ക് അവിടുത്തെ മിലിറ്ററി ക്യാമ്പിൽ നിന്നായിരുന്നു. അവർക്ക് അവിടെ ഒരു മിലിറ്ററി അവിടെ ഒരു പ്രത്യേക ഫങ്ഷൻ നടന്നിട്ട് കുറേ ഭക്ഷണ സാധനങ്ങൾ ബാക്കി വന്നു. അപ്പം അത് എത്രയോ ഒരു 10-100 ചാക്ക് എന്ന് തോന്നുന്നു അരി, ഒരു 50 ചാക്ക് ആട്ട, ഒരു 10-25 ചാക്ക് പഞ്ചസാര, തേയിലപ്പൊടി എന്ന് വേണ്ട അനേക സാധനങ്ങൾ ഈ ട്രക്ക് നിറച്ച് വന്ന് കഥകെ മുട്ടുക. കഥവ് തുറന്നപ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ്. കുഞ്ഞുങ്ങൾ വിചാരിച്ച് കാണും സ്വർഗത്തിലെ അപ്പച്ചൻ
കയറേ കെട്ടി ഇങ്ങോട്ട് ഇറക്കി തന്നതാണെന്ന്. അതുപോലെ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിശ്ചയമായും നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമോ? നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന അപ്പച്ചൻ, നമുക്ക് വേണ്ടി കരുന്നവൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന കടബാധ്യത, നിങ്ങളുടെ പ്രതിസന്ധി, നിങ്ങളുടെ വിഷമം, ഇതെല്ലാം നിങ്ങൾ തുറന്നു പറയൂ. അപ്പാ, നീ എന്നെ വിടുവിക്കണമേ, ലോകത്തിൽ ആരുമില്ല, നീയല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഹൃദയം തുറന്നു അവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയുമോ? നിങ്ങളുടെ സമീപേ നിൽപ്പുണ്ട്. പൈതലേ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ നിന്നെ വിടുവിക്കും എന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്ത് അവൻ്റെ കരങ്ങൾ നിങ്ങളുടെ ഭാരമേൽപ്പിച്ചുകൊണ്ട് കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു.